ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023 നടന്ന ക്രിസ്മസ് എക്സാമിനേഷൻ്റെ 8ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഡ്രോ ദ ക്വാഡ്രിലാറ്ററൽ ABCD വിത്ത് ദ ഗിവൺ മെഷർമെൻറ്റ്സ്. ഇത് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റഫ് ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ആ മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ ലെങ്ത് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ആ കോമ്പസ് Aയിൽ ഫിക്സ് ചെയ്തിട്ട് ആ 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ആർക്ക് വരയ്ക്കുകയാണ്. 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. അത് Bയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ആർക്കും ഈ ഒരു ആർക്കും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, അത് കൂട്ടിമുട്ടും. ആ ഒരു പോയിന്റിന് D എന്ന് കൊടുക്കുക. ADയും BDയും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം താഴെയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. അത് Dയിൽ ഫിക്സ് ചെയ്യുക. Dയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് Dയിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. ആ ഒരു കോമ്പസ് Bയിൽ ഫിക്സ് ചെയ്തിട്ട് നേരത്തെ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ആ ഒരു ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, Dയിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് ആ 2 സെൻറ്റിമീറ്റർ അതുമായിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് C എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ ഫൈനലായിട്ട് വരയ്ക്കുന്ന ആ ഒരു പിക്ചറിലും അത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ, AB ഈസ് എ ഡയമീറ്റർ ആൻഡ് C ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ആംഗിൾ AOC, പിന്നെ ആംഗിൾ OAC, പിന്നെ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസും ഫൈൻഡ് ചെയ്യണം. AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ AOCയും ആംഗിൾ COBയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ ആണ് അത്. ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB ഈക്വൽ ടു 180 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ AOC എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് ആംഗിൾ COB ആണ്. ആംഗിൾ COBയുടെ മെഷർമെൻറ്റ് 120 ആണ്. 180 മൈനസ് 120 ചെയ്യുമ്പോൾ 60 ഡിഗ്രിയാണ് ആൻസർ വരിക. ഇനി നമുക്ക് ആംഗിൾ OACയുടെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ OAC എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ അവിടെ നമുക്ക് കാണാം. അത് ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്? OACയിൽ OA ഈക്വൽ ടു OC ആണ്. അത് രണ്ടും എന്താണ്? റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യും. ഐസോസിലസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ആംഗിൾ OAC എന്ന് പറയുന്നത് ആംഗിൾ OCAക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ മെഷർമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആംഗിൾ OAC ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 180 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഹാഫ് എടുക്കുകയാണ് ചെയ്യുക. 180 മൈനസ് 60 എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയുടെ ഹാഫ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ OACയുടെ 3 ആംഗിൾസും 60 ഡിഗ്രി ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ എല്ലാ സൈഡിൻ്റെയും മെഷർമെൻറ്റ് എന്താണ്? സെയിം ആണ്. അവിടെ AC ഓൾറെഡി 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ OAയും OCയും എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് 2 മീറ്റർ മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഇഫ് ദ പെരിമീറ്റർ ഇസ് 44 മീറ്റർ, ഫൈൻഡ് L പ്ലസ് B. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് X മീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 3x പ്ലസ് 2 എന്നാണ് വരിക. അതെങ്ങനെയാണ്? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ 3 ടൈംസ്, അതായത് 3x ആവും അല്ലേ. 3xൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലെങ്ത് കിട്ടുക എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ പെരിമീറ്റർ 44 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്തായിരുന്നു ഫോർമുല? 2 ഇൻറ്റു L പ്ലസ് B. അപ്പോൾ നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് L പ്ലസ് B ആണ്. അപ്പോൾ നമ്മൾ വാല്യൂസ് കൊടുത്ത് നോക്കുക. 44 ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് B എന്ന് വരും. അപ്പോൾ L പ്ലസ് B എത്രയാണ് വരിക? 44 ഡിവൈഡഡ് ബൈ 2, 22 ആണ് L പ്ലസ് B ഇട്ട്. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. L പ്ലസ് B 22 ആണെങ്കിൽ Lൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 3x പ്ലസ് 2 BXും, അപ്പം 3x പ്ലസ് 2 പ്ലസ് x ഈസ് ഈക്വൽ ടു 22 എന്ന് വരും.
3xും എക്സും ആഡ് ചെയ്യുമ്പോൾ 4x. 4x + 2 എന്ന് പറയുന്നത് = 22. 4x എത്രയായിരിക്കും വരിക? 22 - 2 20 എന്ന് കിട്ടും. 4x 20 ആണെങ്കിൽ x എന്ന് പറയുന്നത് 20/4 5 മീറ്റർ ആണ് കിട്ടുക. അപ്പോൾ ബ്രെഡ്ത്ത് ഇവിടെ 5 മീറ്റർ കിട്ടി. ഇനി ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലെങ്ത്ത് എന്ന് പറയുന്നത് 3x + 2ന് ഈക്വൽ ആണ്. അപ്പോൾ 3 × 5 + 2 ചെയ്യണം. 15 + 2 17 മീറ്റർ ആണ് ലെങ്ത്ത് കിട്ടുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്